ഹായ്, ഞാൻ ഡോക്ടർ സെൻസില, കൺസൾട്ടന്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. പേര് അധികം പരിചിതമല്ലെങ്കിലും പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒട്ടേറെ പേര് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. സിംഫൈസിസ് പുബിക് ഡിസ്ഫങ്ഷൻ, പെൽവിക് ഗേർണൽ പെയിൻ എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്ന ഈ SPD എന്താണ്? ഇത് പ്രഗ്നൻസിയിൽ എന്തുകൊണ്ടുണ്ടാകുന്നു? ഗർഭകാലഘട്ടത്തിൽ ഇത് ലഘൂകരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നിങ്ങളുടെ ഭാവി ജീവിതത്തെ ഇത് എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത് നട്ടലിന്റെ താഴ്ഭാഗത്ത് എല്ലുകൾ കൊണ്ട് രൂപം കൊണ്ട ഒരു വളയം പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 ജോയിന്റുകളാണ് ഉള്ളത്. മുൻവശത്തായിട്ട് സിംഫൈസിസ് പ്യൂബിസ് ജോയിന്റും വശങ്ങളിലായിട്ട് സാക്രോ ഇലിയാക് ജോയിന്റുകളും. ഇതിൽ മുൻഭാഗത്തുള്ള ജോയിന്റ് ഒരു സൈനോവിയൽ ജോയിന്റ് ആണ്. ഈ ജോയിന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇമ്മൊബൈൽ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. അതായത് സാധാരണ ഈ ജോയിന്റ് അനങ്ങാറില്ല, അല്ലെങ്കിൽ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ പ്രഗ്നൻസി ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, പ്രഗ്നൻസിയിൽ വളരെയധികം മാറ്റങ്ങൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. മറ്റു ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ റിലാക്സിൻ ഹോർമോണുകളാണ് ജോയിന്റുകളുടെ മൂവ്മെന്റിനെയൊക്കെ കൂട്ടുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. സോ റിലാക്സിൻ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ ജോയിന്റുകൾ കുറച്ച് ലൂസ് ആകുന്നു. അതോടൊപ്പം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ, 10-15 കിലോ ഭാരം കൂടുതൽ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ ഒരു വെയിറ്റ് ഗെയിനും ഈ ഒരു ജോയിന്റ് അൺസ്റ്റേബിൾ ആകുന്നതിന് കാരണമായി തീരുന്നു. അതോടൊപ്പം 8-9 മാസമാകുമ്പോൾ ബേബിയുടെ ഹെഡ് ഈ ഒരു ഏരിയയിൽ ചെലുത്തുന്ന പ്രഷർ ചെലുത്തുന്നത് മൂലവും ഈ ഒരു ജോയിന്റ് അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നു. ഈ അൺസ്റ്റെബിലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോയിന്റിന്റെ മൂവ്മെന്റ്സ് പതുക്കെ കൂടുന്നു. അതോടൊപ്പം ചിലവരിൽ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം മാറിക്കിടക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. സോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് സിംഫൈസിസ് പുബിക് ഡിസ്ഫങ്ഷൻ, SPD അല്ലെങ്കിൽ പെൽവിക് ഗേർണൽ പെയിൻ എന്നീ പേരുകളിലൊക്കെ വിളിക്കുന്നത്. ഇത് ഗർഭിണികളിൽ ഒരു 5-ൽ 1 എന്ന ഒരു രീതിയിലാണ് വരാറുള്ളത്. അതായത് 5 പേരിൽ ഒരാൾക്ക് സിംഫൈസിസ് പുബിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ സീവിയറിറ്റി വ്യത്യസ്തമാണ്. ചില ആളുകളിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ഫങ്ഷൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ SPD വിവരിക്കാൻ ഒരു സ്കോറിംഗ് സിസ്റ്റം തന്നെ നിലവിലുണ്ട്. 0 മുതൽ 10 വരെയുള്ള സ്കോറുകളാണ് നൽകുന്നത്. സ്കോർ 0 ആണെങ്കിൽ പ്യൂബിക് സിംഫൈസിസ് ഡിസ്ഫങ്ഷൻ ഇല്ല എന്ന് വേണം കരുതുവാൻ. സ്കോർ 1 ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ട്. ഇത് മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകാറുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻസി കാലഘട്ടത്തെ അത്ര പ്രതികൂലമായിട്ട് ബാധിക്കാറൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള വേദനയും മറ്റുമായിട്ട് ഇത് കടന്നു പോകാറുണ്ട്. സ്കോർ 5 ആണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്ന് വേണം കരുതുവാൻ. ഈ ഒരു മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ തീർച്ചയായിട്ടും ക്വാളിറ്റി ഓഫ് ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ഡേ ടു ഡേ ലൈഫ്, എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികൾ കുറച്ച് ഡിഫിക്കൽട്ടോടുകൂടി ചെയ്യേണ്ടി വരാറുണ്ട്. വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്കോർ 10 ആണെങ്കിലോ, ഇതാണ് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സിംഫൈസിസ് പുബിക് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പെൽവിക് ഗേർണൽ പെയിൻ എന്ന് പറയുന്നത്. ഇത് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈവൻ ബെഡ് റിഡൻ ആയി പോകുന്ന ഒരു അവസ്ഥ പോലും പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. നടക്കുവാനൊന്നും സാധിക്കാതെ, ഈവൻ കട്ടിലിൽ നിന്നും ഒരു വശത്തിൽ നിന്നും മറ്റൊരു വശത്തേക്ക് ചെരിയുവാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. വീൽ ചെയറിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. സോ SPD എപ്പോഴും അതിൻ്റെ സീവിയറിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ട് പ്രഗ്നൻസി കാലഘട്ടത്തിൽ പ്രതികൂലമായിട്ട് സ്വാധീനിക്കാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് പ്യൂബിക് ഏരിയയിൽ ഒരു വേദനയായിട്ടാണ് ഈ ഒരു പ്രോബ്ലം ആരംഭിക്കാറുള്ളത്. ചില സ്ത്രീകളിൽ ബട്ടക്സിൻ്റെ ഏരിയയിലും വേദന ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ യോനിയുടെയും മലദ്വാരത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തും വേദന അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ നടുവിലേക്കും അതുപോലെ തന്നെ കാലുകളിലേക്കും ഈ ഒരു വേദന റേഡിയേറ്റ് ചെയ്യാറുണ്ട്. അവിടെയും വേദന അനുഭവപ്പെടാറുണ്ട്. ഒരു പ്രിക്കിംഗ് ടൈപ്പ്, എന്തോ കുത്തുന്ന പോലെയുള്ളൊരു വേദനയാണ് പലരും ഈ ഒരു വേദനയെ വിവരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഒരു ഗ്രൈൻഡിങ് ഒരു പെയിൻ അനുഭവപ്പെടാറുണ്ട്.
എല്ലുകൾ തമ്മിൽ ഉരിയുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകാറുണ്ട്. ഒരു ക്ലിക്കിംഗ് സൗണ്ടും ഒരു എല്ല് പൊട്ടുന്ന പോലെയുള്ള ഒരു സൗണ്ടും ഇത്തരത്തിലുള്ളവർ കേൾക്കാറുണ്ട്. സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത്. പ്രഗ്നൻസി കാലഘട്ടത്തിൽ 1/5 എന്നൊരു കണക്കിൽ സിംഫൈസിസ് പുബി ഡിസ്ഫങ്ഷൻ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം മുൻപ് എന്തെങ്കിലും പെൽവിക് ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ആക്സിഡൻറ്റോ മറ്റോ നടന്നിട്ട് പെൽവിക് ബോണിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ പോലുള്ള പല പ്രോബ്ലംസും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം ഒക്കെ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു സിംഫൈസിസ് പുബി ഡിസ്ഫങ്ഷൻ പ്രഗ്നൻസിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. ചില സാഹചര്യങ്ങളിൽ ഈ ഒരു SPD പെയിൻ കൂടാറുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു അൺഇവൻ ആയിട്ടുള്ള ഒരു സർഫസിലൂടെ നിരപ്പല്ലാത്ത കുന്നും കുഴിയുമൊക്കെയുള്ള ഒരു സ്ഥലത്തു കൂടെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വേദന കൂടാറുണ്ട്. അതുപോലെ തന്നെ കാലുകൾ രണ്ടും വിടർത്തി വെച്ചിട്ട് ഉള്ള ഒരു മൂവ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ, ഉദാഹരണമായിട്ട് വാഹനത്തിൽ നിന്നും കയറുവാനും ഇറങ്ങുവാനും ഒക്കെ കാലുകൾ കുറച്ചൊന്ന് വിടർത്തി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ഈ ഒരു സന്ദർഭത്തിലും വേദന കൂടാറുണ്ട്. സ്റ്റെപ്പുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മൂവ്മെൻറ്റ്, അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഒരു കാലിലൊക്കെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ചില ആളുകൾ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാലിൽ നിന്നിട്ട് പാൻറ്റും മറ്റും ഇടാറുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഈ ഒരു സിംഫൈസിസ് പുബി ഡിസ്ഫങ്ഷൻ അഗ്രവേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രശ്നം പ്രഗ്നൻസി കാലഘട്ടത്തിൽ ലഘൂകരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ഒരു SPD അഗ്രവേറ്റ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ലഘൂകരിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തീവ്രത നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായിട്ട് നിരപ്പായ സ്ഥലത്തിലൂടെ മാത്രം നടക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുണ്ടും കുഴിയും ഒക്കെയുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഡ്രസ്സ് മാറ്റുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു കാലിലൊക്കെ നിന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പെയിൻ കൂടുന്നതാണ്. നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ആവശ്യത്തിനുള്ള റെസ്റ്റ്, കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുക്കുന്നത് ഈ ഒരു SPD തീവ്രത കുറയ്ക്കുവാൻ സഹായിക്കും. ജോലി എടുക്കുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ പോസ്റ്റർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിൽക്കുന്ന അവസരങ്ങളിലാണെങ്കിൽ 2 കാലിലും ഒരേ വെയിറ്റ് കൊടുത്തു നിൽക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു കാലിൽ കൂടുതൽ വെയിറ്റും ഒരു കാലിൽ കുറഞ്ഞ വെയിറ്റും കൊടുത്ത് നിൽക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ചെയ്യുന്നതും ഒരു SPD തീവ്രത കുറയ്ക്കുന്നതിന് സഹായകരമായിട്ട് തീരും. അതുപോലെ തന്നെ നിലത്തിരിക്കാതെ നോക്കുക, വെയിറ്റിൽ എടുക്കാതെ നോക്കുക, അതുപോലെ തന്നെ കാല് രണ്ടും ക്രോസ് ചെയ്തിട്ട് ഇരിക്കാതെ നോക്കുക. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ ഒരു തീവ്രത കുറയ്ക്കുവാൻ നിങ്ങൾക്ക് പ്രഗ്നൻസി കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, കാൽമുട്ടുകൾ രണ്ടും വിടർത്തി വെക്കുമ്പോൾ ഈ ഒരു SPD പെയിൻ കൂടാറുണ്ട്. സോ കാറിൽ നിന്നും ഇറങ്ങുമ്പോഴും അതുപോലെ കയറുമ്പോഴുമൊക്കെ കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് കയറുവാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു SPD പെയിൻ കുറയാറുണ്ട്. അതുപോലെ തന്നെ ബെഡിൽ നിന്നും ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തോട്ട് മാറി കിടക്കുമ്പോൾ കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു SPD പെയിൻ കൂടാതെ നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബെൻഡിങ് മൂവ്മെൻറ്റും ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ്സും ഒക്കെ ഈ ഒരു ഭാഗത്ത് വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഒന്ന് ചെരിഞ്ഞിട്ട് ഒരു നീയുടെ ആ ഒരു മൂവ്മെൻറ്റ്സ് കുറച്ചിട്ട് ആ ഒരു ഹിപ്പ് ഏരിയയിലുള്ള അകൽച്ച കുറയത്തക്ക രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ചെയ്യുവാൻ സാധിച്ചാൽ SPD ആ ഒരു പെയിൻ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സിമ്പിൾ മെഷേഴ്സ് തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് പ്രഗ്നൻസി കാലഘട്ടത്തിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ ഡോക്ടേഴ്സ് നൽകുന്ന മരുന്നുകളും മറക്കാതെ കഴിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാൽസ്യവും അതുപോലെ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയും ഈ ഒരു SPD കാര്യം കൂട്ടുന്നു എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. സോ നിങ്ങളുടെ ശരീരത്തിൽ കാൽസ്യവും വൈറ്റമിൻ D ഡെഫിഷ്യൻസിയും വരാതെ നോക്കുവാനുള്ള ചുമതല തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. വൈറ്റമിൻ D ലഭിക്കുന്നതിന് വേണ്ടി വൈകുന്നേരങ്ങളിലും മറ്റും ഒന്ന് വെയിൽ കൊണ്ട് നടക്കുന്നത് വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഇപ്പോൾ പ്രഗ്നൻസി വളരെ രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈറ്റമിൻ D ഡെഫിഷ്യൻസി കൊണ്ട് പല ദോഷഫലങ്ങളും അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. സോ കാൽസ്യവും വൈറ്റമിൻ D ഡെഫിഷ്യൻസിയും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു SPD തീവ്രത കുറയ്ക്കുന്നതിനും അത് വരാതിരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതാണ്. പലപ്പോഴും ഗർഭിണികൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു SPD പെയിൻ പലരും അവഗണിക്കുന്നതാണ് കാണാറുള്ളത്.
ചെറിയ രീതിയിലുള്ള ഒരു കാലുവേദനയും നടുവേദനയും പ്യൂബിക് ഏരിയയിലുള്ള വേദനയും ഒക്കെ പ്രഗ്നൻസിയിൽ കാണാറുണ്ടെങ്കിലും അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ കുറച്ച് ഒരു സീരിയസ് ആയിട്ട് നാം എടുക്കേണ്ടതാണ്. കാരണം അത് ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. ആ പ്രഗ്നൻസി കാലഘട്ടത്തെ മാത്രമല്ല, ആ ഒരു ഗർഭിണിയുടെ, ആ ഒരു സ്ത്രീയുടെ ഭാവി ജീവിതത്തെ കൂടിയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. വളരെ വേദനയോടുകൂടി ദിവസങ്ങൾ തള്ളി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. സോ ഒരു ഡേ ടു ഡേ ലൈഫിനെ ഈ ഒരു SPD ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഈ ഒരു ജോയിൻറ്റിൻ്റെ ബുദ്ധിമുട്ടിനോടൊപ്പം ആ ഏരിയയിലുള്ള മസിൽസ്, അബ്ഡോമിനൽ മസിൽസും തൈ മസിൽസും അതുപോലെ ബാക്കിലുള്ള മസിൽസ്, ഗ്ലൂട്ടിയൽ മസിൽസിലൊക്കെ ഒരു സ്പാസമൊക്കെ ഈ ഒരു പ്രോബ്ലത്തോടൊപ്പം വരാറുണ്ട്. സോ പല രീതിയിലുള്ള എക്സസൈസുകൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഈ മസിൽസ് കുറച്ച് റിലാക്സ്ഡ് ആവുകയും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് ഈ ഒരു SPD കുറയ്ക്കുന്നതിന് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഈ ഒരു മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഈ ഏരിയയിലെ മസാജ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് മസിൽസ് റിലാക്സ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഐസ് പാക്കിംഗ് അല്ലെങ്കിൽ ഹോട്ട് ബാഗ് തെറാപ്പി. ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ ഒരു ഐസ് പാക്ക് ആ ഒരു പ്യൂബിക് ഏരിയയിൽ വയ്ക്കുന്നത്, ദിവസം ഒരു 3 നേരമൊക്കെ വെക്കുന്നത് പെയിൻ ലഘൂകരിക്കുന്നതിന് സഹായിക്കും. നടുവിന് വേദനയുണ്ടെങ്കിൽ ഹോട്ട് ബാഗും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം കുറച്ച് സീവിയർ ആയിട്ടുള്ള കേസുകളിൽ പെൽവിസിനെ സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ബെൽറ്റുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ളൊരു ബെൽറ്റ് യൂസ് ചെയ്യുന്നത് പെയിൻ കുറയ്ക്കുന്നതിനും ഒരു സപ്പോർട്ട് കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും. സാധാരണയായിട്ട് ഡെലിവറി കഴിയുന്നതോടുകൂടി ഈ ഒരു പെയിൻ കുറയാറുണ്ട്. എന്നാൽ ചുരുക്കം പേരിലെങ്കിലും ഈ ഒരു വേദന നിലനിൽക്കാറുണ്ട്. സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് വജീനൽ ഡെലിവറി സ്വാഭാവികമായിട്ടുള്ളൊരു നോർമൽ ഡെലിവറി സാധ്യമാണോ എന്ന ക്വസ്റ്റ്യൻസ് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു ഗൈഡ് ലൈൻസും സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഒരു സിസേറിയൻ ചെയ്യണമെന്ന് ഒരു ഗൈഡ് ലൈൻസും നിർദ്ദേശിക്കുന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എവിഡൻസും നമ്മുടെ പഠനങ്ങൾ തരുന്നുമില്ല. സോ സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് നോർമൽ ഡെലിവറിക്ക് നോക്കാവുന്നതാണ്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓൺസെറ്റ് ഓഫ് പെയിൻ ആണ് എന്തുകൊണ്ടും അഭികാമ്യം. മിക്കവാറും എല്ലാ പേരിലും ഈ ഒരു ഡെലിവറിയോട് കൂടി ഈ ഒരു പ്രശ്നം കുറയാറുണ്ട്. എന്നാൽ 10ൽ ഒരാൾക്ക് ഈ ഒരു പ്രശ്നം ഓൺഗോയിങ് ആയിട്ടുള്ളൊരു പെയിൻ ആയിട്ട് പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. വേദന മാറാതെ അവരെ പിന്തുടരാറുണ്ട്. സോ ഇങ്ങനെയുള്ളവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നാം കണ്ടുപിടിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഹിപ്പിന് എന്തെങ്കിലും, ഇടുപ്പിലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സായ ഹൈപ്പർ മൊബിലൈറ്റിസ് സിൻഡ്രോം അങ്ങനെ വല്ലതും ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതാണ്. പ്രഗ്നൻസിയിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യുവാൻ സാധിക്കാറില്ല. സാധാരണ ഡോക്ടേഴ്സ് അവിടെ ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് ഒന്ന് തൊട്ട് നോക്കിയാണ് ഈ ഒരു സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്നാൽ ഡെലിവറിക്ക് ശേഷം എക്സ്റേയും അതുപോലെ അൾട്രാസൗണ്ട് സ്കാനും ഈവൻ MRIയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസ്ഫങ്ഷൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെലിവറിക്ക് ശേഷം നമ്മുടെ അബ്ഡോമിനൽ മസിൽസും വയറിലെ മസിൽസും പെൽവിക് മസിൽസും ഒക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഈ ഒരു സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറുന്നതിനും അതോടൊപ്പം ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ വരാതിരിക്കുന്നതിനും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ആവശ്യമെങ്കിൽ ഒരു ഓർത്തോപെഡിഷ്യൻ്റെ സഹായവും നമുക്ക് തേടാവുന്നതാണ്. ബോൺ മാനിപ്പുലേഷൻ പോലുള്ള പല പ്രൊസീജിയറും അവർ ചെയ്യാറുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു രോഗവിമുക്തി നമുക്ക് നേടാവുന്നതാണ്. സോ സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.